ഈ നാട് എന്ന് പറയുന്നത് ഇവിടെ അനുവദിച്ചിട്ടുള്ള ജനാധിപത്യപരമായ അവകാശമുണ്ട്. ഭരണഘടന ഒരു പൌരന് നൽകുന്ന മൌലികമായ അവകാശമുണ്ട്. ആ അവകാശങ്ങൾ നിഷേധിക്കാൻ നിങ്ങൾക്ക് ആരാ അനുവാദം തന്നിരിക്കുന്നത്? നിങ്ങളിവിടെ RSS നിരോധിത മേഖല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഈ കൂപമണ്ഡൂകങ്ങളുടെ പ്രവൃത്തി കാണുമ്പോൾ ചിരിക്കാതിരിക്കാൻ തോന്നില്ല. എടോ CPM-മാരാ, ഡൽഹിയിലെ RSS CPM നിരോധിത മേഖല എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചാൽ നിന്റെ സഹാക്കന്മാർ ചപ്പാത്തി നിന്നിട്ട് ഡൽഹിയിലെ ആഫീസിൽ അവിടെ ഇരുന്നിട്ട് കൂടുന്ന പോളിറ്റ് ബ്യൂറോ യോഗം ഉണ്ടല്ലോ. ആ പോളിറ്റ് ബ്യൂറോ നടക്കണമെങ്കിൽ അവിടെ ആഫീസിൽ കയറണമെങ്കിൽ ആഫീസിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ RSS അനുവാദം വേണം. 100 കൊല്ലം പ്രവർത്തിച്ചിട്ട് 100 ആളെ ഡൽഹിയിൽ ഉണ്ടാക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് AK ഭവനുണ്ട് അവിടെ ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ ഞാനവിടെ പോയിട്ടുണ്ട്. അതിന്റെ പരിസരത്തുള്ള മുഴുവൻ വാർഡുകളും ജയിച്ചിരിക്കുന്നത് BJP ആണ്. ആ വാർഡ് CPM ഇതുവരെ ഡൽഹിയിൽ പാർലമെന്റിലേക്ക് നോമിനേഷൻ കൊടുത്തുണ്ടോ? അസംബ്ലിയിലേക്ക് നോമിനേഷൻ കൊടുത്തുണ്ടോ? മുനിസിപ്പാലിറ്റിയിലേക്ക് നോമിനേഷൻ കൊടുത്തിട്ടുണ്ടോ? 100 കൊല്ലമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ ഒരു സ്ഥാനാർത്ഥിയെ നോമിനേഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഡൽഹിയിൽ? ഞാനൊരു സഖാവിനോട് ചോദിച്ചു, അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോ മലയാളിയായ കണ്ണൂർ ജില്ലക്കാരനായ ഒരു സഖാവിന് അയാളുടെ വീട്ടിൽ പോയി സംസാരിക്കുന്ന അയാളോട് ചോദിച്ചു, അല്ല നിങ്ങൾക്കിവിടെ മുനിസിപ്പാലിറ്റിയിൽ ഒന്ന് മത്സരിച്ചുകൂടെ? അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞത്, മത്സരിച്ചാൽ പിന്താങ്ങാൻ BJP-ക്കാർ ആളെ തരുമോ? ഞങ്ങൾക്ക് പിന്താങ്ങാനാണോ വേണ്ടേ? നോമിനേഷനിൽ ഒപ്പിട്ട് കൊടുക്കാൻ പിന്താങ്ങാൻ ഒരാൾ പോലുമില്ല ഡൽഹിയിൽ. അങ്ങനെ ഇന്ന് വരെ ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പോലും ഡൽഹിയിൽ മത്സരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 4 ടേമായിട്ട് ആ ഡൽഹിയിൽ 7 BJP 2 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് എല്ലാ സീറ്റും ജയിക്കുകയാണ്. കഴിഞ്ഞ 10ലധികം കൊല്ലമായി ആപ്പിന്റെ കയ്യിലായിരുന്ന ഭരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഡൽഹി പിടിച്ചടക്കുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ ശക്തിയും പോട്ടെ, RSS എന്ന് പറയുന്നത് അവിടെ ബസ്തി എന്നാണ് പറയുക. RSSന്റെ ഒരു സ്ഥലത്തിന് ബസ്തി എന്നാണ് ഡൽഹിയിൽ പറയുക. മഹാനഗരമുണ്ട്, നഗരമുണ്ട്, ബസ്തിയുണ്ട്. ഡൽഹിയിൽ എല്ലാ ബസ്തിയിലും കഴിഞ്ഞ 30 കൊല്ലത്തിലധികമായി RSS ഡൽഹിയിൽ എല്ലാ ബസ്തിയിലും പ്രവർത്തനമുണ്ട്. ചേരി പ്രദേശങ്ങളിൽ പ്രവർത്തനമുണ്ട്, നഗരങ്ങളിൽ പ്രദേശമുണ്ട്, ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ പ്രവർത്തനമുണ്ട്. RSSന്റെ പ്രവർത്തനമില്ലാത്ത ഒരു തരി മണ്ണ് പോലും ഡൽഹിയിലില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ CPM-ന്റെ പ്രവർത്തനത്തിന് വല്ല തടസ്സവും ഉണ്ടാക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അവിടെ ഇതുപോലെ CPM നിരോധിത മേഖല എന്ന് എഴുതി വെച്ച് നിങ്ങളുടെ പ്രവർത്തനത്തെ തടയുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ കേരളത്തിന്റെ തൊട്ടടുത്ത് കാസർഗോഡ് മഞ്ചേശ്വരം കഴിഞ്ഞാൽ അവിടെ മംഗലാപുരമുണ്ട്. ആ മംഗലാപുരം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെ RSSന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സ്ഥലം, ഏറ്റവും കൂടുതൽ ശാഖയുള്ള സ്ഥലമാണ് മംഗലാപുരം. അവിടെ CPM പ്രവർത്തിക്കുന്നില്ലേ? അവിടെ എന്താ പ്രശ്നമുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഹിന്ദു സമൂഹം നടത്തുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം എതിർത്തുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത്, ഇത്തരം ഭീകരത അടിച്ചേൽപ്പിക്കുന്നത്, ഇത്തരം അക്രമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്, ശ്രീകൃഷ്ണ ജയന്തി ആലങ്കോലപ്പെടുത്തുന്നത് പോലീസിനെ ഉപയോഗിച്ച് അതിന്റെ പിന്തുണയോടുകൂടി ഗണേശോത്സവത്തെ ഇല്ലാതാക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അത് ആരെ സന്തോഷിപ്പിക്കാനാണ്, ആരെ പ്രീണിപ്പിക്കാനാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഈ നാട്ടിലെ വിവേകമുള്ള ആളുകൾക്ക് നന്നായി അറിയാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ? ഇതൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളങ്ങ് കൊമ്പ തത്തിപ്പോവോ?
ഒരു കാര്യം മാത്രമേ നിങ്ങളോട് വിനയപൂർവ്വം പറയാനുള്ളൂ. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് 5127 കൊല്ലം മുമ്പാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതാര കൃത്യം പൂർത്തിയാക്കി വിഷ്ണുപദത്തിലേക്ക് തിരിച്ചു പോയത്. 5127 കൊല്ലം. ആ 5127 കൊല്ലം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യാവതാരത്തിന്റെ ആഘോഷമാണ് ഇപ്പോൾ നടക്കുന്നത്. 5127 കൊല്ലം മുമ്പ് ജീവിച്ച ആ അവതാര പുരുഷനെ കുറിച്ച് ഈ ചിറ്റാരിപ്പറമ്പിലെയും കണ്ണൂരിലെയും കേരളത്തിലെയും ഭാരതത്തിലെയും ഒറീയയിലെയും ബംഗാളിയിലെയും കാശ്മീരത്തിലെയും തമിഴ്നാട്ടിലെയും ബാംഗ്ലൂരിലെയും ആസേത് ഹിമാചലം എവിടെയുള്ള സ്ഥലത്ത് പോയി ഒരു പിഞ്ചു കുഞ്ഞിനോട് 4 വയസ്സുള്ള 5 വയസ്സെങ്കിലുമായ ഒരു കുട്ടിയോട് നിങ്ങൾ ചോദിക്കുന്നു വിചാരിക്കുന്നു, ഈ കൃഷ്ണനെ കുറിച്ച് കൃഷ്ണന്റെ പേര് പറയണ്ട, കൃഷ്ണന്റെ അച്ഛന്റെ പേര് പറയണ്ട, അമ്മയുടെ പേര് പറയണ്ട, ഒന്നും പറയണ്ട. ഇങ്ങനെ ചോദിച്ചാൽ മതി, കയ്യിൽ മയിൽപ്പീലിയുള്ള, തലയിൽ മയിൽപ്പീലിയുള്ള, കയ്യിൽ ഓടക്കുഴലുള്ള എന്ന് പറയുമ്പോ ഭാരതത്തിൽ എവിടെയുള്ള കുട്ടിയാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണെങ്കിലും ആ കുട്ടി തന്റെ പിഞ്ചിളം ചൊടി വിടുർത്തിയിട്ട് പിളുർത്തിയിട്ട് കൃഷ്ണൻ കൃഷ്ണൻ കണ്ണൻ കണ്ണൻ എന്ന് പറയും. 5127 കൊല്ലം മുമ്പ് ജീവിച്ച മനുഷ്യാവതാരമായിരുന്ന ആ അവതാരമൂർത്തിയുടെ പ്രാധാന്യമാണ്. നിങ്ങൾ ഈ കാർൽ മാർക്സിന്റെ ചിത്രം എടുത്തിട്ട് ഇന്ത്യയിൽ എവിടെയും പോയിട്ട് ആ താടിയും മുടിയാലുള്ള മനുഷ്യൻ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ഈ ആരാന്ന് ചോദിച്ചാൽ എത്ര ആൾക്കറിയാം? എത്ര ആൾക്ക് മനസ്സിലാവും? എത്ര ആൾ തിരിച്ചറിയും? നിങ്ങൾ ഭയങ്കര പ്രത്യയ ശാസ്ത്രമാണ്, ശാസ്ത്രീയമാണ്, സോഷ്യലിസമാണ്, നിങ്ങളുടെ സിദ്ധാന്തം എങ്ങനെയാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് നിങ്ങൾ കൃഷ്ണനോടൊക്കെ കളിക്കുമ്പോ കുറച്ച് ആലോചിച്ചും സൂക്ഷിച്ചും കളിക്കുന്നത് നല്ലതാണ്. ഈ ഭാരതത്തിലെ ജനതയുടെ അന്തരാത്മാവിലെ ഏറ്റവും വൈകാരികമായ ഒരു ബിംബമാകുന്നു കൃഷ്ണൻ. ആ കൃഷ്ണനെ ആവാനവൃദ്ധം ആളുകളും അവരുടെ കുടുംബത്തിലെ ഒരാളായി അംഗമായി കരുതി ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃഷ്ണനോട് കളിക്കുമ്പോ നിങ്ങളിപ്പോ പറയുന്നത് കൃഷ്ണനെ ജപിക്കാൻ പാടില്ല, കൃഷ്ണനെ ആരാധിക്കാൻ പാടില്ല എന്നാണ്. ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയിൽ എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ കാണുന്നത്? അതിലേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൂടി പിടിക്കുന്നുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും അതിൽ പ്രവേശനം നിഷേധിക്കുന്നുണ്ടോ? അതിൽ മുദ്രാവാക്യമല്ലോ ഭജനയല്ലേ? ഭജന പാടുകയല്ലേ? കൃഷ്ണനാമ സങ്കീർത്തനങ്ങൾ നടക്കുകയല്ലേ? നന്ദലാലായുധു നന്ദലാല അതാണ് വിളിക്കുന്നത്. വൃന്ദാവന ഗോവിന്ദലാല രാധാ മാധവ നന്ദലാല രാധാ മാധവ ഭജനയാണ്. അങ്ങനെ ഭജന നടത്തിയിട്ട് കൃഷ്ണനാമങ്ങൾ ജപിച്ചുകൊണ്ടാണ് നന്ദകുമാര നവനീത ചോര ആലിലക്കണ്ണ ശ്രീഹരേ നാമജപമാണ്. ഭഗവാന്റെ അവതാരങ്ങൾ പറഞ്ഞുകൊണ്ട് നാമങ്ങൾ കീർത്തനം ചെയ്തുകൊണ്ട് ആണ് ശോഭായാത്ര നടത്തുന്നത്. ഒരു രാഷ്ട്രീയവുമില്ല, ആരെയും ആക്ഷേപിക്കില്ല.
ഈ ഭജന പാടി നീങ്ങുന്ന കുഞ്ഞുങ്ങളുടെ നേരെയാണ് 8 മണിയാ കമ്മ്യൂണിസ്റ്റുകാർ, മാർക്സിസ്റ്റുകാർ അവരുടെ സ്കൂളിൽ പഠിച്ച അവരുടെ ഭജന പാടിയത് എന്നാണ്, മണ്ണന്തറയിൽ പാടിയത് എന്നാണ് നേരത്തെ അവർ പറഞ്ഞത്. അവർ പഠിച്ചതാണ് അവർ പറയുന്നത്. ആ പഠിച്ചത് ഇങ്ങനെ പാടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം എന്തായാലും നമുക്ക് ദോഷമായിട്ട് വരില്ല.